ഏത് കഴുതയാടാ രാവിലെ കിടന്ന് അയ്യേ ഇവനാണോ? സർവകലാശാല കലോത്സവം തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്ത് മുഴുവൻ ചെളിയാ. നല്ല തടി അറുത്ത് വിറ്റ 10 കാശ് കിട്ടി. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അവർക്ക് സെലിബ്രിറ്റികൾക്ക് നൽകുവാൻ വലിയ പണം ഉണ്ടാകണമെന്നില്ല. കയ്യില് കാശൊന്നുമില്ല അല്ലേ? അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്ന് പോലാണ് നിനക്ക് ഈ മര്യാദ വന്നത്? നീ ഇതൊക്കെ പറയുകയും ചെയ്യും, നീ തന്നെ കാശ് ചെലവാക്കുകയും ചെയ്യും. അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫലേച്ഛയില്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വന്ന വഴി മറക്കാത്തവരെ കാലമെന്നും ഓർത്തുവയ്ക്കും. മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആക്കരുത്, ചിരിക്കല്ലേ, വലിയ തമാശ കേട്ട മാതിരി. ഒരിക്കലും വന്ന വഴി മറക്കില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ നൂരാം. എന്നെ ആരോ വിളിച്ചു. ഞാൻ പോകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.